ഇപ്പൊ ഇവിടെ SDPI ആരുമായിട്ടാണ് ഡീൽ? അല്ല, SDPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനി സതീശനാണ്, കുഞ്ഞാലിക്കുട്ടിയാണ്. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് ഒരു മണ്ഡലത്തിലും വേണ്ട എന്ന് പറഞ്ഞ സതീശൻ മഞ്ചേശ്വരത്തെ SDPI മത്സരിച്ചപ്പോൾ അവരുടെ തിണ്ണ നിറങ്ങാന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ സ്ഥിരം വാക്കാണത്. തിണ്ണ നിറങ്ങി കാല് പിടിച്ച് SDPI പിൻവലിപ്പിച്ചു. ആ മനുഷ്യനാണ് വേറെ ആൾക്കാരോട് ചോദിക്കുന്നത്. പിണറായി വിജയനും SDPIയും തമ്മിൽ ഡീലുണ്ട്, പല മണ്ഡലങ്ങളിലും അവർ ഒരുമിച്ചാണ്. പക്ഷേ SDPI പല മണ്ഡലങ്ങളിലും UDFനെയും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സതീശന്റെ ഈ വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇവർ രണ്ടുപേരും ഒരേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ ഡീൽ എല്ലാവർക്കും തെളിഞ്ഞല്ലോ. ഞങ്ങളെ ഒറ്റ തിരിഞ്ഞ് തോപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് എത്ര വർഷമായിട്ട് ഇവരെടുക്കുന്നത്. 2020 ആയിട്ട് ഞങ്ങളൊരു ധാരണയിലെത്തിയിരിക്കുന്നു. അതിനൊരു ഇപ്പോൾ BDJS ആയാലും 2020 ആയാലും ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് നോക്കിയിട്ടല്ല, അതൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അവർക്ക് ഒരു ജനവിഭാഗത്തിന് പിന്തുണയുണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറെ സീറ്റ് കൊടുത്തു. കിട്ടേണ്ട കൃത്യമായി ഉറച്ച വോട്ടുകളുള്ള മണ്ഡലത്തിലോ 100 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഈ പറഞ്ഞൊരു അടിസ്ഥാനമല്ല. CPIക്ക് പല മണ്ഡലങ്ങളിലും ആളെയില്ല, പക്ഷെ ഇവർ 30 സീറ്റ് 25 സീറ്റ് അവർ കൊടുത്തില്ലേ? അതൊന്നും നിങ്ങൾ ചോദിക്കാത്തത് എന്താണ്? ഈ പ്രാവശ്യം ഞങ്ങൾ 35നേക്കാൾ കൂടുതൽ സീറ്റുകളിൽ നിർണായക ശക്തിയാണ്. ഞങ്ങളെ പേടിക്കുന്നുണ്ട് LDFും UDFും. അല്ല, ഞങ്ങൾക്ക് അത്ര മതി ഇവിടെ ഭരിക്കാൻ. LDFനും UDFനും ഭൂരിപക്ഷം കിട്ടില്ല. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട് ഞങ്ങളുണ്ടാവും. അല്ല, ആര് ഭരിക്കുന്നതാണ് BJPയുടെ ഞങ്ങൾ ഭരിക്കാനാണല്ലോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്, അല്ലാതെ ഞങ്ങൾ അവരെ BJPക്ക് ഭരിക്കാൻ സാധിക്കാത്ത രണ്ടല്ല ഒന്നാണ്. രണ്ടും രണ്ടല്ല ഒന്നാണ്. അതാണ് ഞങ്ങളുടെ സ്ലോഗൻ, ഞങ്ങളുടെ ക്യാപ്ഷൻ വാചകം തന്നെ അതാണ്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് കേരളത്തിൽ ഭരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. വലിയ ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.